Good morning, student. Today I'm going to take the next topic, DFT as a linear transformation. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഡി എഫ് ടിയും ഐ ഡി എഫ് ടിയും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നാണ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൊമൈനിൽ നിന്ന് വേറൊരു ഡൊമൈനിലേക്ക് മാറിയാലും അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് അതിൻ്റെ ഇൻഫോർമേഷന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. സോ ഇവിടെ നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ നമുക്കറിയാവുന്ന ഇക്വേഷനെ തന്നെ നമുക്ക് ഡി എഫ് ടിയുടെ ഇക്വേഷനും അറിയാം, ഐ ഡി എഫ് ടിയുടെ ഇക്വേഷനും അറിയാം. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ ഓഫ് ഡി എഫ് ടിയും ദിസ് ഇസ് ദി ഇക്വേഷൻ ഓഫ് ഐ ഡി എഫ് ടി. കാരണം എന്താ, എക്സ് ഓഫ് കെ ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 to n minus 1 എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ 2 pi nk by എന്നും എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് 1/n സിഗ്മ കെ ഈക്വൽ ടു 0 n minus 1 എക്സ് ഓഫ് കെ ഇ റേസ് ടു ജെ 2 pi nk by n. ഇവിടെ ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഈ ടേം, അതായത് ഈ എക്സ്പോണൻറ്റ് ടേമിന് ശരിക്കും ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഈ ഇൻപുട്ടിനെ ഈ എക്സ്പോണൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ് ഓഫ് കെ കിട്ടുന്നത്. അതായത് ഈ ടൈം ഡൊമെയിനിലുള്ള ഇൻഫോർമേഷനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ ഐ ഡി എഫ് ടിയിലാണെങ്കിലും എക്സ് ഓഫ് കെനെ ഈ ട്രാൻസ്ഫോർമേഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്മോൾ എക്സ് ഓഫ് എൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ട്രാൻസ്ഫോർമേഷൻ ഫാക്ടറിനെ ഒരു മെട്രിക്സ് രൂപത്തിൽ കൺസിഡർ ചെയ്യാമോ എന്നുള്ളതാണ്. അതായത് ശരിക്കും ഇത് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് സിലബസിൽ ഇതിൻ്റെ ഡെറിവേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്പോണൻറ്റ് ഫാക്ടറിൽ ഇ റേസ് ടു മൈനസ് ജെ 2 pi by n ഇതിനെ ഒരൊറ്റ ടേം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് WN. അതിൻ്റെ പേരാണ് ട്വിഡിൽ ഫാക്ടർ. അപ്പോൾ WN ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ 2 pi by n എന്ന് പറഞ്ഞാൽ ഇതൊരു മെട്രിക്സ് രൂപത്തിൽ നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. So, rearranging the above 1 and 2 equation, it can be written as x of k equal to sigma n equal to 0 n minus 1 x of n wn k into n. കാരണം എന്താ, ഇ റേസ് ടു മൈനസ് ജെ 2 pi by n പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, n into k ആണ്. അപ്പോൾ ഇത് മൈനസ് ആയതുകൊണ്ടാണ് ഇ റേസ് ടു മൈനസിനെയാണ് നമ്മൾ, അപ്പോൾ അതുകൊണ്ടാണ് എന്ത് wn kn. അപ്പോൾ ഇനി ഐ ഡി എഫ് ടി കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ഐ ഡി എഫ് ടിയിൽ ഇവിടെ മൈനസ് ഇല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അതിന് പകരം ഒരു മൈനസും കൂടെ വരും. ദെയർഫോർ ഐ ഡി എഫ് ടി എഴുതുമ്പം 1/n സിഗ്മ കെ ഈക്വൽ ടു 0 n minus 1 ക്യാപിറ്റൽ എക്സ് ഓഫ് കെ WN ഇൻറ്റു മൈനസ് കെ എൻ. ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് വെച്ച് ഇതിൽ ഈ ടേമിനെയാണ് ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ ഈ 3 ടേംസും, അതായത് നമ്മുടെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഈ ട്രാൻസ്ഫോർമേഷൻ ഫാക്ടറിനെ ഒരു മെട്രിക്സിൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഒരു വെക്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. സോ വി ആർ കൺസിഡറിങ് അവർ ഇൻപുട്ട് എക്സ് ഓഫ് എൻ. അതിനെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു എൻ വെക്ടറായിട്ട് കൺസിഡർ ചെയ്തേക്കുവാണ്. അതായത് എക്സ് ഓഫ് 0 തൊട്ട് n ടേംസ് ആണെങ്കിൽ എവിടം വരെയാണ്, 0 to n minus 1 വരെ കാണും. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ടും എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ കൺസിഡർ ചെയ്യും, ക്യാപിറ്റൽ എക്സ് ഓഫ് 0 തൊട്ട് എക്സ് ഓഫ് n minus 1 വരെയുണ്ട്. ഇനി അടുത്ത എന്താണ്, ഈ ടേമിനെ നമ്മൊരു മെട്രിക്സിൻ്റെ രൂപത്തിൽ വെച്ച് എഴുതിയേക്കുന്നതാണ്, അതായത് താഴെ എഴുതിയേക്കുന്നത്. ദാറ്റ് ഈസ് WN ഇസ് ഈക്വൽ ടു, ശരിക്കും ഈ ടേം വരുന്നത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം, ഇന്നലെ ഡി എഫ് ടിയുടെ ഒക്കെ പ്രോബ്ലം ചെയ്തപ്പം നമ്മൾ എക്സ് ഓഫ് 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 pi പ്ലസ് എക്സ് ഓഫ് 1 ഇൻറ്റു ആ ഇ റേസ് ടു മൈനസ് ജെ 2 piനെയാണ് നമ്മൾ ഈ WN വെച്ച് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് ഓരോരോ വാല്യൂസ് വരുമല്ലോ. ചില പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് ജെ 2 pi വന്നു, ചെയ്തപ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് ജെ 5 വന്നു. അപ്പോൾ അതിനനുസരിച്ച് ഓരോരോ വാല്യൂസ് വരുമല്ലോ. അതിനെ വെച്ച് നമ്മൾ അങ്ങനെയുള്ളൊരു ഇക്വേഷൻ ചെയ്യുമ്പോൾ ആ വരുന്ന ഓരോ കോഎഫിഷ്യൻസ് ആണ് ഈ കാണിച്ചേക്കണ ഈ മെട്രിക്സ്. അപ്പോൾ അതിനെ നമ്മളൊരു ജനറൽ ഫോമിൽ എഴുതിയേക്കുന്നതാണ്. ദാറ്റ് ഈസ് ഓഫ് ദ ഫോം, ആദ്യത്തെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് മുഴുവൻ 1 ആയിട്ട് വരും, അടുത്തത് വരുന്നത് 1 1 1, പിന്നെ വരുന്ന WN, അടുത്ത് വരുമ്പോൾ WN², അങ്ങനെ പോകുന്നത് WN റേസ് ടു n minus 1. അടുത്ത മൂന്നാമത്തെ റോയിൽ വരുമ്പോൾ ഇവിടെ 1 ആണെങ്കിൽ 2, ഇതൊരു കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് റോ 1 1 ആണെങ്കിൽ, ഫസ്റ്റ് കോളം 1 1 ആണെങ്കിൽ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് 1, പിന്നെ എന്താ, അപ്പോൾ 1 2 3 അങ്ങനെ അങ്ങ് പോകും. അടുത്ത കോളം എന്ന് പറയുന്നത് 2 4 അങ്ങനെ പോകും. അടുത്ത കോളം എന്ന് പറയുമ്പോൾ 3 6 അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് 1 WN minus 1 2 into n minus 1 അങ്ങനെ പോയി ലാസ്റ്റ് വരുന്ന ടേം എന്ന് പറഞ്ഞാൽ WN n minus 1 into n minus 1. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു മെട്രിക്സ് നോക്കുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ
റോ തിരിച്ചിട്ടാലും കോളം തിരിച്ചിട്ടാലും സെയിം ആണ്. നോക്കി, ഇവിടെ 1 ഇവിടെ 1, ഇത് തിരിച്ചിട്ട് എഴുതിയാലും സെയിം ആണ്. സോ ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ DFTയിലെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. ഇത് സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ അപ്പം ഇത് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് ആകുമ്പോൾ ഒരു ഗുണം എന്താ, നമുക്ക് അതിൻ്റെ ട്രാൻസ്പോസ് കാണണമെങ്കിൽ ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് വരും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതിന് ഞാനൊരു മെട്രിക്സിൻ്റെ രൂപത്തിൽ ജനറൽ ആയിട്ട് എഴുതിയേക്കുന്നതാണ്. നമ്മുടെ DFT എന്ന് പറയുന്ന ക്യാപിറ്റൽ X എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻറ്റു നമ്മുടെ ഇൻപുട്ട് X. അപ്പോൾ ഇത് മുഴുവൻ ഇപ്പം മെട്രിക്സ് ഫോമിൽ എഴുതി. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് e⁻⁻ വെച്ച് നമ്മളൊരു മെട്രിക്സ് രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ ദിസ് മെട്രിക്സ് ഇസ് നോൺ ആസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അപ്പോൾ ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലീനിയർ അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഇതിനെന്തില്ല എന്ന് ഇൻഫർമേഷന് ചേഞ്ച് ഇല്ല. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവുന്നു ലീനിയർ ട്രാൻസ്ഫോർമേഷനുമാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ IDFT കാണാനും എളുപ്പമാണ്. അതായത് നമുക്ക് നേരത്തെ IDFTയുടെ ഇക്വേഷൻ ഇതുപോലെ എഴുതാലോ, ഇത് DFTയുടെ ഇക്വേഷൻ. ഇനി XN എന്ന് പറയുന്നത് എന്തായിരിക്കും, WN ഇൻവേഴ്സ് ക്യാപിറ്റൽ X ഓഫ് N. അത് ഇതിൽ നിന്ന് എഴുതിയേ, ഇത് ഈ ഇക്വേഷനിൽ തന്നെ ഈ XN ഇങ്ങോട്ട് ഈ XN ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, WN ഇൻവേഴ്സ് XN എന്നാവുമല്ലോ. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടത്തില്ലേ. ഇത് തന്നെ ഇനി നമുക്ക് IDFTയുടെ ഇക്വേഷൻ എഴുതാം. IDFTയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്, സ്മോൾ xn ഇസ് ഈക്വൽ ടു 1/n WN സ്റ്റാർ. എന്തുകൊണ്ടാണ് N സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഇവിടെ നോക്കി, ഈ എന്നും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ, ഒരു പ്ലസും മൈനസും വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോൺജുഗേറ്റിൻ്റെ എഫക്റ്റ് അല്ലേ. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഗൺ XN ഈക്വൽ ടു 1/n WN സ്റ്റാർ XN. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഈ LHS സെയിം ആണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഇൻവേഴ്സ്, അതായത് WN ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/n WN സ്റ്റാർ ആണ്. എന്ന് പറഞ്ഞാൽ WN സ്റ്റാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നല്ലേ കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IDFT കാണണമെങ്കിൽ എന്ത് മാത്രം ചെയ്താൽ മതി, നമുക്ക് ഓൾറെഡി WN അറിയാമെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് മാത്രം മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/n വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, IDFTയുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു റിലേഷനും കൂടെ കിട്ടും. വി നോ ദാറ്റ് WN ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/n WN സ്റ്റാർ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ വി ക്യാൻ റൈറ്റ് WN ഇൻറ്റു WN സ്റ്റാർ ഇസ് ഈക്വൽ ടു N ഇൻറ്റു Y. ദിസ് ഇസ് എ ഗുഡ് റിലേഷൻഷിപ്പ്. എന്ന് പറഞ്ഞാൽ രണ്ട് IDFTയുടെയും DFTയുടെയും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ that is equal to n into I into n. So that is an identity matrix. So ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ WN എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ യൂണിറ്ററി മെട്രിക്സ് ആണ്. യൂണിറ്ററി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് N ആണ്. N into I എന്ന് പറയുന്നത് 2 ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സും എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫോർമേഷൻ ഒരു ചേഞ്ചും ഇല്ല എന്നാണ്. അതായത് നമ്മുടെ ഇൻഫോർമേഷൻ്റെ കൂടെ WNനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ ഇൻഫോർമേഷൻ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല, അത് വേറൊരു ഫോം ആവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അതായത് ഈ റിലേഷനിൽ നിന്ന് കിട്ടുന്നത് WN into WN സ്റ്റാർ ഇസ് ഈക്വൽ ടു N into IN. N into IN എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, യൂണിറ്ററി മെട്രിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ 2 ട്രാൻസ്ഫോർമേഷൻ, അതായത് DFT IDFT ആക്കിയാലും IDFT DFT ആക്കിയാലും സിഗ്നലിന് ചേഞ്ച് ഇല്ല എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് ഈ റിലേഷൻ. സോ വിത്ത് ദിസ് വി പ്രൂവ് ദാറ്റ് DFT ആൻഡ് IDFT can be expressed as a linear transformation matrix. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഡെറിവേഷൻ ആയിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഇതിങ്ങനെ നോക്കി പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.